ഹാരിസ് ജുനുസാറാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തംബ്നെയിൽ കണ്ടതുപോലെ A+ ഒഴിവാക്കാൻ സാധ്യത എന്നാണ് നിങ്ങളെല്ലാവരും തംബ്നെയിൽ കണ്ടിട്ടുള്ളത്. ഇതിനർത്ഥം എക്സാമുകൾ ഒഴിവാക്കുക എന്നല്ല, മറിച്ച് A+കൾ ഒഴിവാക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് എന്നാണ്. സാർ എന്താ ഈ A+കൾ ഒഴിവാക്കുക, ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ 40 മാർക്കിൻ്റെ ഒരു എക്സാം എടുക്കുന്ന സമയത്ത് അതിൽ 36 മാർക്ക് ലഭിച്ചാൽ മാത്രമേ A+ ആവുകയുള്ളൂ. 80 മാർക്കിൻ്റെതാണെങ്കിൽ അതിൽ 72 മാർക്ക് ലഭിച്ചാൽ മാത്രമേ എന്താവുള്ളൂ, A+ ആവുകയുള്ളൂ. ഇനി മുതൽ ആ A+ സിസ്റ്റത്തിൽ ചെറിയൊരു മാറ്റം വരാൻ പോവുക. അതായത് 36 കിട്ടിയ കുട്ടിക്കും ഇപ്പോൾ ഒരു A+ ആണ്, 40 കിട്ടിയ കുട്ടിക്കും നമ്മുടെ നാട്ടിൽ A+ ആണ്, 72 കിട്ടിയ കുട്ടിക്കും 80 കിട്ടിയ കുട്ടിക്കും സെയിം A+ സിസ്റ്റത്തിൽ A+ ആണ് അവർക്ക്. ഇനി മുതൽ ആ സിസ്റ്റം ഒഴിവാക്കി പെർസെൻറ്റേജ് കണക്കുകൾ വരാൻ പോവാം. അതായത് 80ൽ 80 കിട്ടിയ കുട്ടിക്ക് 100% ശതമാനം ഉണ്ടല്ലോ, ശതമാന കണക്കിലേക്ക് വരാൻ പോവുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് അടുത്ത വർഷം മുതൽ A+ ഒഴിവാക്കി ഈ ഒരു പെർസെൻറ്റേജ് ശതമാന കണക്കുകൾ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. 80% അത് വരിക തന്നെ ചെയ്യുമെന്നാണ് നിലവിലുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ വീഡിയോ, ഈ ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇതിനർത്ഥം ഒരു വലിയൊരു അപകടം തന്നെ ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ അവസാനം വെച്ച് പഠിക്കുന്ന കുട്ടികൾ ജസ്റ്റ് 72, 36 ആയിട്ട് A+ നേടുകയായിരിക്കും. ഇനി മുതൽ നിങ്ങൾക്ക് എത്രയാണോ മാർക്ക് ലഭിച്ചത് അതിനടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും നിങ്ങളുടെ പെർസെൻറ്റേജിൽ കാണാം. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ അതെല്ലാം അതിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ആരംഭത്തിൽ തന്നെ പഠിച്ചു തുടങ്ങിക്കോ. നിങ്ങൾക്കുള്ള ട്രാപ്പാണിത്. MS സൊല്യൂഷൻ നിങ്ങളെ കൂടെയുണ്ട്. നമ്മൾ ഡെയിലി വീഡിയോസും ഡെയിലി ലൈവും ഈ വെക്കേഷൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. നമ്മളെ കൂടെ പഠിച്ചോ. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള ഇൻഫർമേറ്റീവായുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കിട്ടണോ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകോ, കൂടെ കൂടിക്കോ. ഇനിയും അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ഓക്കെ, ബൈ.